ഒരു സുഹൃത്ത് നമ്മളിങ്ങനെ സെലിബ്രിറ്റി കോർഡിനേറ്റേഴ്സ് ഒരുപാട് ആളുണ്ട്, നല്ല മനുഷ്യരുണ്ട്, മോശം ആളുണ്ട്. ഒരു പയ്യൻ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു, മാതൃഭൂമിയുടെ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിൻ്റെ കവർ പേജിൽ ജോസഫ് ഏട്ടൻ വെക്കണം എന്നാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് റെഡി ആണെന്ന് ചോദിച്ചു. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളതിനകത്തൊക്കെ ഒരു സാധാരണ ഫിലിം സ്റ്റാർസൊക്കെയാണ് വരാറ്. അല്ല, ചേട്ടൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു വൈകിട്ട് 5 മണിക്ക് ലുലു മാളിൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഫോട്ടോഷൂട്ടിന് നമ്മൾ ഫോൺ വഴി ഡിസ്കസ് ചെയ്താൽ പോരെ, കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ തരും, നമ്മൾ ഇടുന്നത് അങ്ങനെയല്ലേന്ന് ചോദിച്ചു. അല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. 5 മണിക്ക് ലുലു മാളിൽ ചെന്നു. ഈ പയ്യനുണ്ട്, അവൻ പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഒരാളുടെ ഫോട്ടോ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞു. 6 മണിയായി 7 മണിയായി ആൾ വന്നില്ല. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്, ഫോട്ടോ എടുക്കുന്ന ആൾ, സമയം എടുക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു ഈ വിളിച്ച പയ്യൻ സെലിബ്രിറ്റി കോർഡിനേറ്റർ, അവൻ്റെ പേര് വേണമെങ്കിൽ ഒറിജിനൽ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു ഫേക്ക് പേരിടാം, റിജോ. റിജോ എന്നോട് പറഞ്ഞു RJ ജീവയും വരുന്നുണ്ട്. RJ ജീവ ഒരു ആങ്കറൊക്കെയാണ്. അപ്പോൾ ജീവ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ജീവ വിളിച്ചപ്പോൾ ജീവ പറഞ്ഞു, എടാ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ട്, ഞാൻ ലുലുവിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനും ഫോട്ടോഷൂട്ടിനാണ്, സ്റ്റാർ ആൻഡ് സ്റ്റൈലാണോ ചോദിച്ചു. പറഞ്ഞു അതെ, എൻ്റെ അതെ. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് റിജോയോട് ചോദിച്ചു, ഞങ്ങൾ 2 പേരും ഉണ്ടോ? അല്ല, ജോസഫ് ഡിസംബറിനും അവൻ ജനുവരിക്കും ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യുന്നു. ജീവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊരു 9 മണിയായി രാത്രി. നിങ്ങൾ ആയിരുന്നു 5 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 9 മണി. അപ്പോൾ ഒരു പെൺകുട്ടി വരുന്നു, കുറച്ച് നേരം ഈ റിജോ ഒരു കേക്കുമായിട്ട് വരുന്നു, കുറച്ച് നേരം RJ ജീവ വരുന്നു. നോക്കുമ്പോൾ ഈ പയ്യൻ്റെ ഗേൾ ഫ്രണ്ടാണിത്, അവളുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവില്ല. നമുക്കത് കേക്ക് മുറിക്കാം, ബർത്ത്ഡേ അല്ലേ, കേക്ക് മുറിക്കുന്നു. സംസാരിച്ചും പിടിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊന്നും ഇല്ല. ഈ പയ്യൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആൻ്റണി പെപ്പയുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, ഞാൻ കുറേ സെലിബ്രിറ്റീസിൻ്റെ പേരൊക്കെ പറഞ്ഞു, ആൻ്റണി പെപ്പ താഴത്ത് വന്നിട്ടുണ്ടെന്ന് ഇവൻ എന്നോട് പറഞ്ഞു. പെപ്പ എൻ്റെ സുഹൃത്താണ്. ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എടാ നീ ഇപ്പോൾ എവിടെയാണ്? അവൻ ദുബായിലാണ്. നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. നമുക്ക് പ്രതികരിക്കണമെന്നുണ്ട്, നീ എന്തിനാണ് നമ്മളോട് ഇതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ എൻ്റെ പോയത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ജീവയോട് ചോദിച്ചു. അപ്പോൾ ജീവയും പറഞ്ഞു, എടാ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ പറഞ്ഞതിന് ചെയ്യണം, ഒന്നും ചെയ്യേണ്ടത് വിട്ടേക്ക്. നമ്മളിങ്ങനെ ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നോ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ജാടയാണ്. നമ്മൾ എസ് പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഒരുപാട് ഇതുപോലത്തെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തിനും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷം നൽകുന്നൊരു കാലമുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ജീവിതം നമുക്ക് സങ്കടം തരികയാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വലിപ്പം കൂടി നമുക്ക് ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ ആക്ച്വലി സമർപ്പിക്കുന്നത് റിജോ നിനക്കാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലൊരു ദേഷ്യം എന്നോട് പറയുന്നുണ്ട്, അവൻ്റെ പേരങ്ങോട്ട് പറഞ്ഞ നാട്ടുകാരെ അറിയട്ടെ അവനെക്കുറിച്ച്. നിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല, പക്ഷെ എന്തെങ്കിലും നീ ഇത് കാണുകയാണെങ്കിൽ എടാ നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ആരൊക്കെയാലും നമ്മൾ ഓരോന്നൊക്കെ പഠിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ഒരു പക്ഷേ നീ നിമിത്തമായതായിരിക്കാം. നിനക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം ഇനി വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റൊക്കെ ആയിട്ട് അടുത്ത തവണ കാണാം. സീ യു സൂൺ.